സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിറ്റൂർ എന്ന സ്ഥലനാമത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ചിറ്റൂർ എന്ന് പറയുമ്പോൾ നിരവധി ചിറ്റൂരുകൾ മിക്കവാറും എല്ലാ ജില്ലകളിലും മിക്കവാറും ഉള്ള താലൂക്കുകളിലൊക്കെ ചിറ്റൂരുണ്ട്, ചിറ്റാറുണ്ട്, ചിറ്റുമൂലയുണ്ട്, ചിറ്റാറ്റിൻകരയുണ്ട്. അങ്ങനെ ചുറ്റുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ചുറ്റാറിനൊക്കെ പറയുന്നത് ചുറ്റി ഒഴുകുന്ന ആറ്, ചുറ്റിയ ഊര് എന്നൊക്കെയാണ് നമ്മൾ ഇതിന് നാടൻ നിരുത്തി കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഭാഷാശാസ്ത്രം പരിശോധിക്കുമ്പോൾ, ഭാഷയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ മലയാളവും ഇന്നത്തെ തമിഴും ഇന്നത്തെ കർണാടകയും അതായത് തെന്നിന്ത്യൻ ഭാഷകളൊക്കെ രൂപപ്പെട്ടു വന്നത്, ഉരുത്തിരിഞ്ഞു വന്നത് ഒരു ആദി ദ്രാവിഡ ഭാഷയിൽ നിന്ന്. ആ ആദി ദ്രാവിഡ ഭാഷയിൽ ചെറുത് എന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് ചിറു. ചിറു എന്നാണ് ചെറുത് എന്നതിന് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ചിറു ഊര് ചിറ്റൂരാവും, ചിറു ഊര് ചിറ്റാറാവും. അങ്ങനെ ചെറു എന്ന പദമാണ് പിന്നെ നമ്മൾ മലയാളത്തിൽ ചെറു ആക്കി മാറ്റിയത്. യഥാർത്ഥത്തിൻ്റെ ആദ്യകാല രൂപം എന്ന് പറയുന്നത് ചിറു എന്നാണ്. ചിറു ഊര്, ചിറ്റൂർ, ചിറു ആറ്, ചിറ്റ, പിന്നെ അതിൻ്റെ കൂടെ കരയത് ചിറ്റാറ്റിൻകര തുടങ്ങിയ സ്ഥലനാമങ്ങൾ, ചിറ്റാഴ, അങ്ങനെ നിരവധി. ഈ ചിറു എന്ന ധാതുവിൽ നിന്ന് ചിറ്റ എന്ന സ്ഥലത്തിലേക്ക്, ഇപ്പം ചിറ്റമ്മ, ചെറു അമ്മയാണ്. ഈ ചിറ്റമ്മ എന്ന് പറയുന്നത് ഇളയമ്മയാണ്, നമ്മൾ ചിറ്റമ്മ എന്ന് പറയുക. ചിറ്റപ്പൻ ഇളയ അച്ഛനാണ്, അച്ഛൻ്റെ അനുജന, പിന്നെ ഇളയമ്മയുടെ ഭർത്താവ് ഒക്കെയാണ് നമ്മൾ ചിറ്റപ്പൻ എന്ന് പറയുക. ചെറു അപ്പനാണ് ചിറ്റപ്പനായി മാറിയത്. അപ്പം ഇത് നമ്മുടെ പ്രാചീന മലയാളമെന്നോ പ്രാചീന ദ്രാവിഡ ഭാഷയോ എന്നോ പറയാവുന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു പ്രയോഗമാണ്. ചെറു എന്നത് പിന്നെ ചിറ്റയായി പിന്നെ മാറുക എന്നുള്ളതാണ്. ചെറുവായി പിന്നെ അത് ചിറ്റയായി മാറുന്നതാണ്. അത് അവിടെയാണ് നമ്മൾ ചിറ്റാർ എന്ന് പറയാം. അപ്പം ഈ ചിറ്റാറ് ആറിനെ ബാധിക്കുന്നതാണ് എങ്കിൽ ഊരിനെ ബാധിക്കുന്നതാണ് ചിറ്റൂർ. ചെറു ഊരാണ് ചിറ്റൂർ. ഈ ചിറ്റൂർ, നിരവധി ചിറ്റൂരുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാണ് നമ്മുടെ പാലക്കാട്ടെ ചിറ്റൂർ. പാലക്കാട്ടെ ചിറ്റൂർ ഭഗവതി വളരെ പ്രസിദ്ധമാണ്. അവിടെയാണ് കേരളത്തിൽ, ഒരുപക്ഷെ ലോകത്ത് തന്നെ നടക്കുന്ന ഒരു പ്രത്യേക കലാരൂപമാണ് കൊങ്ങൻപട. കൊങ്ങൻപട എന്ന് പറയുന്നത്, അതിൻ്റെ ചരിത്രം പറയുന്നത് തന്നെ കൊങ്കുദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോയമ്പത്തൂർ, സേലം ജില്ലകളടങ്ങുന്ന പഴയ പ്രദേശങ്ങളാണ് കൊങ്ങുനാട് എന്നറിയപ്പെടുന്നത്. ഈ കൊങ്ങുനാട് ഭരിച്ചിരുന്ന കൊങ്കു ചോളന്മാർ ഒരു കാലത്ത് നമ്മുടെ മലബാറിനെ ആക്രമിക്കുകയും അന്ന് അവിടുത്തെ പ്രാദേശിക നാടുവാഴികളെല്ലാം കൂടി ചേർന്ന് ഇവിടെ ചിറ്റൂർ ഭഗവതി നടയിൽ നിന്ന് വാളുമായി ചെന്നവരെ പരാജയപ്പെടുത്തിയെന്നും, അങ്ങനെ ചോളന്മാരെ കൊങ്കു ചോളന്മാരെ പരാജയപ്പെടുത്തുന്നതിന് കാരണമായത് ചിറ്റൂർ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്നും, ഇത് 10-ാം നൂറ്റാണ്ടിൽ നടന്നൊരു സംഭവമാണ് എന്നും ഒക്കെയാണ് കരുതപ്പെടുന്നത്. ഏതായാലും അതിൻ്റെ ഓർമ്മ പുതുക്കലായി ഇന്നും നടന്നു വരുന്ന ഒരു ഓച്ചിറക്കളി പോലുള്ള ഒരു പടകളിയാണ് കൊങ്ങൻപട എന്ന് പറയുന്ന കലാരൂപം. അങ്ങനെ ഒരു പ്രാധാന്യം കൂടി നമുക്ക് പിന്നെ ഈ ചിറ്റൂർ, പാലക്കാട്ടെ ചിറ്റൂരിന് ഉണ്ട്. ഈ പാലക്കാട്ടെ ചിറ്റൂർ, അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, നമ്മുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് കരുതപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സമാധിയായത് ഇവിടെ വച്ചാണ് എന്ന് കരുതപ്പെടുന്നു. തുഞ്ചൻ മഠം എന്ന് പറയുന്ന ഒരു മഠവും ഇവിടെ ഉണ്ട്. ഇതും ചരിത്ര പ്രാധാന്യത്തോടുകൂടി നമ്മൾ പാലക്കാട്ടെ ചിറ്റൂരിനെ കാണേണ്ടതാണ്. മറ്റു ചിറ്റൂരുകൾ, കൊല്ലം ജില്ലയിൽ ഒരു ചിറ്റൂരുണ്ട്, കരുനാഗപ്പള്ളി താലൂക്കിലാണ്, പന്മന പഞ്ചായത്തിലാണ്. മറ്റൊരു ചിറ്റൂര് നമുക്ക് പത്തനംതിട്ട കാണാൻ പറ്റും, കോഴഞ്ചേരി താലൂക്കിലാണത്. വേറൊരു ചിറ്റൂര് എറണാകുളം ജില്ലയിലുണ്ട്, കണയന്നൂർ താലൂക്കിലാണ്, ചേരാനെല്ലൂർ പഞ്ചായത്തിലാണ്. അതുപോലെ തന്നെ ഇടുക്കിയിലൊരു ചിറ്റൂരുണ്ട്, അത് തൊടുപുഴ താലൂക്കിലാണ്, മണക്കാട് പഞ്ചായത്തിലാണ്. അങ്ങനെ ചിറ്റൂർ. അപ്പം ഇത് പ്രധാനപ്പെട്ട 3-4 ചിറ്റൂരുകളെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിരവധി ചിറ്റൂരുകൾ
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കാണാൻ പറ്റും. അത് ചെറുത് എന്നുള്ള അർത്ഥം, ചെറിയ ഊര് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ചിറ്റൂരുകളെല്ലാം രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. നന്ദി, നമസ്കാരം.